അഡീനിയം പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് സിംഗിൾ പെറ്റലിൻ്റെ ഒരു അഡീനിയം പ്ലാന്റ് ആണ്. ഇത് നോർമൽ ഒരു സിംഗിൾ പെറ്റലിൻ്റെ പിങ്ക് കളറിലെ അഡീനിയം പ്ലാന്റ് ആണ്. അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തണ്ട് ചെറിയൊരു തണ്ടായിരുന്നു, അപ്പോൾ അതവിടെ നിർത്തിയിരുന്നു. അപ്പോൾ ദാണ്ടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം ഇത് രണ്ടും കൂടെ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഈ ഒരു തണ്ട് കട്ട് ചെയ്യാതെ വെച്ചത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടങ്ങ് വളർന്നു പോയിട്ടുണ്ട്. ഇതിനകത്ത് മുട്ടുകളുമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കട്ട് ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു വളർച്ചയിലെ വ്യത്യാസം കണ്ടു. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡെക്സിൽ നിന്നുള്ള പ്ലാന്റിൻ്റെ കോഡെക്സിൽ നിന്ന് വരുന്ന ചെറിയ മുളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇതും സെയിം സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ സിംഗിൾ പെറ്റലിൻ്റെ ഒരു അഡീനിയം പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ തണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിനകത്ത് തണ്ട് പെട്ടെന്ന് മുട്ടകൾ വന്നെങ്കിലും അത്ര ആരോഗ്യമില്ല. അപ്പോൾ തണ്ട് അതെൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ട് ഇതാണ് കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ അതിൻ്റെ കോഡെക്സിൽ നിന്ന് വളർന്നു പോയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കിളർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണ്ട് നമ്മളെപ്പോഴും ഇതുപോലെയുള്ള ചെറിയ തണ്ടുകളൊക്കെ കിളർത്ത് വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയേക്കണം, അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വളർച്ച കുറയും.